മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി വളരെ വിശേഷപ്പെട്ട ഒരു കലാ സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ അഭിമാനമായി അറിയപ്പെടുന്ന അഭിനേത്രി നിലമ്പൂർ ആയിഷ ഒരു 90 വർഷം അവരുടെ ധന്യമായ ജീവിതം, കലാജീവിതം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആ നിലമ്പൂർ ആയിഷയുടെ നവതി ആദരം പരിപാടിയാണ് അക്കാദമി സംഘടിപ്പിക്കുന്നത്. അവരൊരു അഭിനേത്രി എന്ന നിലക്കും സിനിമയിലും നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു അഭിനേത്രി എന്ന നിലക്ക് മാത്രമല്ല അക്കാദമി ഇതിനെ കാണുന്നത്, മാപ്പിളപ്പാട്ടിൻ്റെ ജനകീയവൽക്കരണത്തിൽ നാടകത്തിലൂടെ വലിയ പങ്ക് വഹിച്ചൊരു കലാകാരി എന്ന നിലക്കാണ് അക്കാദമി ഈ ആദര പരിപാടി സംഘടിപ്പിക്കുന്നത്. കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ 3 ദിവസം നീണ്ടുനിൽക്കുന്ന നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. അക്കാദമിയിലെ ടി റസാഖ് തിയേറ്ററിൽ തുടങ്ങിയ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവലിൽ കേരള, നൂർജഹാൻ, കുട്ടിക്കുപ്പായം എന്നീ സിനിമകൾ പ്രദർശിപ്പിച്ചു. ശനിയാഴ്ച 3 മണിക്ക് ആയിഷ, 6 മണിക്ക് ചോപ്പ് എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കും. ആദ്യകാലത്ത് നാടകങ്ങളിൽ അഭിനയിക്കുന്നവർ തന്നെ പാട്ടുകൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. KG ഉണ്ണീൻ്റെ വരികൾ EK അയമുവിൻ്റെ നാടകങ്ങളിൽ നിലമ്പൂർ യുവജനകലാ സമിതി അവതരിപ്പിച്ചപ്പോൾ അതിലുള്ള മാപ്പിളപ്പാട്ടുകളിൽ കുറേ എണ്ണം നിലമ്പൂർ ആയിഷ പാടി അഭിനയിച്ചുകൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. അത് മാപ്പിളപ്പാട്ടിൻ്റെ വളർച്ചയിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവലാണ്. നിലമ്പൂർ ആയിഷയുമായി ബന്ധപ്പെട്ട സിനിമകളാണ്. അവരഭിനയിച്ച നല്ല റോളുള്ള കുട്ടിക്കുപ്പായം, അവരുടെ ജീവിതം ചിത്രീകരിക്കുന്ന ഒരു ടെലിഡ്രാമ കേരള നൂർജഹാൻ, അതുപോലെ ആയിഷ, മഞ്ജു വാര്യരൊക്കെ അഭിനയിച്ചിട്ടുള്ള ആയിഷ, അതുപോലെ തന്നെ ചോപ്പ്, EK അയമുവിൻ്റെ ജീവിതം ചിത്രീകരിക്കുന്ന ചോപ്പ്, ഇതെല്ലാം ഉൾപ്പെടുന്ന 2 ദിവസത്തെ ഫിലിം ഫെസ്റ്റിവലാണ് ഇതിൻ്റെ ആദ്യത്തെ പരിപാടി. പിന്നീട് മെയ് മാസം 3-ാം തീയതി വളരെ വിപുലമായ പരിപാടികളാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അത് രാവിലെ സിനിമയിലെയും നാടകത്തിലെയും മാപ്പിളപ്പാട്ടുകളുടെ ഒരു ആലാപന മത്സരം, 2 മണിക്ക് ആയിഷക്കാലം എന്നൊരു ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം, 2:30 മണിക്ക് മുതൽ 4:30 മണി വരെ മലപ്പുറം ജില്ലയുടെയും ജില്ലയ്ക്ക് പുറത്തുള്ളവരുമായ നാടക പ്രവർത്തകരുടെ ഒരു സംഗമം, 4:30 മുതൽ 6:30 മണി വരെ ആദര സമ്മേളനം. ആ സമ്മേളനത്തിൽ ദേശാഭിമാനി റെസിഡൻ്റ് എഡിറ്റർ M. സ്വരാജ്, അതുപോലെ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഡോക്ടർ സൂസൻ ജോർജ് തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ വിവിധ മേഖലകളിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് കലാരംഗത്തും സാമൂഹ്യ സേവന രംഗത്തൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള 10-20 വനിതകളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കും. അതിനുശേഷം സിനിമയിലെയും നാടകത്തിലെയും മാപ്പിളപ്പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗാനമേള പരിപാടിയും കൂടി അരങ്ങേറും. അങ്ങനെ വിപുലമായ പരിപാടികളാണ് നിലമ്പൂർ ആയിഷയുടെ നവതി ആചരണവുമായി ബന്ധപ്പെട്ട് അക്കാദമി സംഘടിപ്പിക്കുന്നത്. മെയ് 3-ന് രാവിലെ നാടക, സിനിമ, മാപ്പിളപ്പാട്ടുകളുടെ ആലാപന മത്സരം, ഉച്ചയ്ക്ക് 2 മണിക്ക് ആയിഷക്കാലം ഡോക്യുമെൻ്ററി സിനിമ പ്രദർശനം, 2:30 മണി മുതൽ 4:30 മണി വരെ നാടക പ്രവർത്തക സംഗമം, 4:30 മണിക്ക് ആദര സമ്മേളനം എന്നിവ നടക്കും. സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ സംഭാവനകൾ അർപ്പിച്ച വനിതകൾക്ക് ആദരവ് നൽകും. പരിപാടിക്ക് സമാപനം കുറിച്ച് സംഘടിപ്പിക്കുന്ന അലങ്കാര പദവിയിൽ എന്ന ഗാനമേളയിൽ സിനിമകളിലെയും നാടകങ്ങളിലെയും മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, എയർ 1.